അതാണ് ഒരു സ്ഥലത്തേക്ക് പോകാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമായിട്ട് വീട്ടിൽ നിന്ന് മറന്നു പോകും. ഇങ്ങനെ മറവി ഒരു മനുഷ്യൻ തന്ന നന്നായി. രാജി, എടീ രാജി. ഓ രാജി വെച്ചാ? രാജിവെക്കാൻ ഞാൻ മന്ത്രി MLA വല്ല ആണോ, അല്ലെങ്കിൽ സ്ഥലം മെമ്പർ പോലും അല്ല. അതല്ലെന്ന് രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നീ വെച്ചോ? ഓ രാവിലത്തേക്കുള്ളതുമായി ഉച്ചക്കത്തേക്കുള്ളതുമായി എല്ലാം ആയി. ഞാൻ അണ്ണനുള്ള ഷർട്ടൊക്കെ കൈയിടുമായിരുന്നു. ആണോ? ഞാൻ ഈ കമ്പനിയുടെ വാതിക്ക് ചെന്നപ്പോഴാണ് ഞാനൊരു മറന്ന് തരാതങ്ങ് പോയല്ലോ. അല്ല ഞാനത് ഓർത്തു വരുമ്പോഴത്തേക്ക് പിന്നെ ഒരു കാര്യത്തിന് ചെല്ലണമല്ല. എന്നാലും എന്നും തരുന്നില്ല, ഇന്ന് തരാതെ എന്താ പോയത്? എന്നും തരുന്നില്ല, ഇന്ന് എന്താ തരാതെ പോയേ? എന്നാ പിന്നെ താ. അത് തന്നെ കാര്യമാണോ പറഞ്ഞത്? അത് തന്നു മടുത്ത്. എന്റെ ഫോൺ വെച്ച് ഞാൻ ഇവിടെ മറന്നുപോയായിരുന്നു. ഫോൺ എന്റെ കയ്യിലുണ്ട്. ഫോൺ വേണോ? ഫോൺ കളിക്കല്ലേ, എനിക്ക് കമ്പനി തേയിലും തുള്ളുണ്ടാണെന്ന്. അവിടെ സൂപ്പർവൈസർ നീ ഇങ്ങോ തന്നെ രാജി ഫോൺ. ഷീല ആരാ? ഷീല ആരാ? ഷീലയോ? ഷീല ആരാ? ഷീല ഷീല ആരാ? നമ്മുടെ മറ്റേ ആണോ? ഷീല 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 നമ്മുടെ എന്റെ കൊച്ചു മുതലാളെ. അമ്പടി മഴമേ തീപ്പെട്ടി കോള അമ്പടെ ജിഞ്ചിനാക്കരി അതല്ല പറഞ്ഞത്. അത് സിനിമാന്തരി ശീല. ഇത് വേറൊരു ശീല. ഈ ശീല ആരാ? ഞാനേ ഷർട്ടൊക്കെ കരിയിടുവാന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്ന് എനിക്കൊരു തുണ്ട് കിട്ടി. അതിലൊരു ശീല. ആരാണ് ഈ ശീല? അതെന്നാന്നറിയാം? നീ അന്ന് പറഞ്ഞില്ലേ നമുക്കൊരു പശുഗ്രാവിനെ വാങ്ങിക്കണോന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ഒരു പശുഗ്രാവിനെ പോയി കണ്ടു. അതിന് ഞാനൊരു പേരിട്ടു, ഷീല. നല്ല പേര്. ആ പേര് മറന്നു പോയിരിക്കാൻ വേണ്ടി ഞാൻ എഴുതി വെച്ചേക്കണ. ആണോ? അപ്പൊ ഈ ഇതിന് ഈ ഷീലയുടെ പേരിന്റെ അടിയിൽ കിടക്കുന്ന ഈ നമ്പർ ഉണ്ടല്ലോ, അത് പശുവിന്റെ നമ്പറാണോ? ചാറ്റ് ചെയ്യാനാണോ വിളിക്കാനാണോ? പശുവിനെ എങ്ങനാ അതൊന്ന് പറഞ്ഞ് മനസ്സിലാകട്ടെ. രാജൻ ചേട്ടന്റെ വീട്ടിലെ പശുഗ്രാവിനെയാണല്ലോ മേടിക്കണം. നമ്പർ വെറുതെ എഴുതിയിട്ടൊന്നുമില്ല. രാജൻ ചേട്ടന്റെ നമ്പരാ. എന്നാ പിന്നെ ആ പശു വിളിച്ചായിരുന്നു കേട്ടോ. കണ്ണൻ ഇവിടുന്ന് ഇറങ്ങിയോ, ഞാൻ കമ്പനിപ്പടി നിപ്പുണ്ട്, എപ്പ വരുമെന്ന് ചോദിച്ചു. എനിക്ക് സംശയങ്ങളെ. നീ ഒരു കാര്യം മനസ്സിലാക്കണം. നിന്നെ കല്യാണം കഴിച്ചതിന് ശേഷം ഞാൻ ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കിയിട്ടില്ല, അറിയാമോ? ശരിയാ, കല്യാണം കഴിച്ചതിന് ശേഷം ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കിയിട്ടില്ല. ആ പെണ്ണാണ് ഞാന്. ബാക്കി സകല പെണ്ണുങ്ങളും ഇവിടെ കൃഷ്ണമണി കിടന്ന് കറങ്ങുവാ. നിനക്ക് എന്താടി എന്നെ ചുമ്മാ? എനിക്ക് നിങ്ങളെ സംശയമാ. എനിക്ക് നിങ്ങളെ സംശയം മാത്രമേ ഉള്ളൂ. ഈ ഷീലയെ പശുവും തമ്മിലുള്ള സംശയം. ഞാൻ ഈ ഷീലയിട്ട് തേയിലത്തോട്ടത്തിൽ അവൾക്ക് തേയില നുള്ളി കൊടുക്കണോ, അവളെ കൊണ്ട് പാർക്കിൽ പോകണോ, അവളെ കൊണ്ട് ബീച്ചിൽ പോകണമെന്ന് എനിക്ക് പ്രശ്നമല്ല. അതൊന്നും എനിക്ക് പ്രശ്നമല്ല. പക്ഷെ എനിക്ക് നിങ്ങളെ സംശയമാ. ഈ ഷീല ആരാ? എനിക്കറിയണം. ഈ ഷീല ആരാ? നീ ഒരു കാര്യം മനസ്സിലാക്കണം. നിന്റെ കൂടെ ഒരുമിച്ച് ഉണ്ണണോ, ഒരുമിച്ച് ഉറങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവനാണ് ഞാൻ. ഇന്ന് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ എന്റെ ഒരു തോളിന്റെ സൈഡിൽ നീ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നവനാണ് ഞാൻ. നീ എന്താ എന്നെ ഇങ്ങനെ തെറ്റിദ്ധരിക്കണത്? വസന്ത അന്തേ പോയി കേട്ടെ. അങ്ങോട്ട് നോക്കി പറയണ്ട. വസന്ത അന്തേ പോയി. അങ്ങോട്ട് നോക്കിയല്ല, നിന്നെ നോക്കി പറയാൻ വേണ്ടി. എന്നെ നോക്കി പറയണെങ്കിൽ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞ, അല്ലാതെ വസന്തയുടെ കുളിമുറി നോക്കിക്കൊണ്ടല്ല പറയണ്ടേ ഒരുമിച്ച് ജീവിക്കണമെന്ന് കേട്ടോ. എനിക്ക് നിങ്ങളെ സംശയം തരത്തില്ല. ഞാൻ ഫോൺ തരത്തില്ല. കമ്പനി പോട്ടെ. പശു വിളിക്കുന്നു. ഹലോ. എവിടെ വെച്ച് ആണോ? ഓപ്പറേഷൻ ഇട്ടങ്ങ് ചാവുകയാണല്ലോ. അയ്യോ ആണോ? ഞാനിപ്പോ ഒരു തീരുമാനം ഉണ്ടാക്കാം. അയ്യോ എന്താന്ന്? നീ കിടന്ന് തുള്ളല്ലേ, ആകപ്പാട് പ്രശ്നമായി. പിന്നെ നിങ്ങൾ ഇവിടെ കാണിച്ചു തുള്ളലല്ലായിരുന്നു? അത് ഇച്ചിരി ഞാൻ ഇട്ട് നോക്കിയതാ. പിന്നെ ഇവിടെ നമ്മുടെ പഞ്ചായത്തിൽ പുലി ഇറങ്ങി. അതൊരു വലിയ സംഭവമൊന്നുമല്ല. കാട്ടും അടുത്തപ്പം പുലി നാട്ടിലേക്ക് ഇറങ്ങി. അതിനിപ്പോ എന്താ? എടി അങ്ങനെയല്ല, ഇതൊരു വൻപുലി ഇറങ്ങിയേക്കുവാ. നമ്മളോട് പഞ്ചായത്തിൽ നിന്ന് ആവശ്യപ്പെടുന്നു രണ്ടുപേരും കൂടെ സ്കൂളിലേക്ക് ചെല്ലാൻ പറഞ്ഞു. പഞ്ചായത്ത് സ്കൂളിലേക്ക് ചെല്ലാൻ 2 ദിവസത്തേക്ക്. അയ്യേ, സ്കൂളിൽ പോയാ? എന്റെ പട്ടി വരും സ്കൂളിൽ, ഞാൻ വരത്തില്ല സ്കൂളിൽ. അതെന്താന്നോ, 10ാം ക്ലാസ് വല്ലച്ചാലും ഒന്ന് രക്ഷപ്പെട്ടിട്ട് ഞാൻ അന്ന് ആ പടി ഇറങ്ങിട്ട് പറഞ്ഞു, ഇനി മേലെ ഞാൻ ഈ പടി ചവിട്ടത്തില്ലെന്ന്. ഞാൻ എന്തായാലും സ്കൂളിൽ വരത്തില്ല. അങ്ങനെ പറയില്ലേ, നമുക്ക് ജീവൻ രക്ഷിക്കാൻ വേണ്ടി 2 ദിവസം സ്കൂളിൽ പോയി നിൽക്കണം. സ്കൂളിൽ ഞാൻ വരത്തില്ല. ഒരു കാര്യം ചെയ്യ്, നമ്മുടെ തേയില കമ്പനിയുടെ മുതലാളിയുടെ വീട്ടിൽ 2 ദിവസം നിന്നാലും. മുതലാളിയുടെ വീട്ടിൽ ഞാൻ വരത്തില്ല. അതിനാ നീ അവിടെയും വരാത്ത? അതെന്താണെന്നറിയാം, ഞാൻ ആദ്യമായിട്ട് ഗർഭിണിയായപ്പോൾ ഞാൻ മുതലാളിയോട് എന്ത് പറഞ്ഞു, മുതലാളി ഞാൻ ഗർഭിണിയാണ്, എനിക്ക് ശമ്പളമൊക്കെ കൂട്ടിത്തരണമെന്ന്. അപ്പൊ മുതലാളി എന്ത് എന്റെ മുഖത്തൊക്കെ പറഞ്ഞെന്നറിയോ, കമ്പനിക്ക് പുറത്ത് കിടക്കുന്ന ദുരന്തങ്ങൾക്കൊന്നും കമ്പനി ഉത്തരവാദിയല്ലെന്ന്. അതും ഇതും പറഞ്ഞ്
നിൽക്കാൻ സമയമില്ല. നീ പുലി വരും, പുലി കടിച്ചു കയറി കഴിഞ്ഞാൽ നിന്നെ കാശിന് കൊള്ളൂല. പുലി കടിച്ചു കയറിയാളൊന്നും കുഴപ്പമില്ല. ഞാനൊരു സിംഹത്തിന്റെ കൂടെ അല്ലേ ജീവിക്കുന്നത്. എനിക്ക് പുലിയെ പേടിയില്ല. എന്നെ സിംഹമായിട്ടാണ് കാണുന്നതൊക്കെ എനിക്കറിയാം. സിംഹത്തിന്റെ കൂടെ ഒരു വാലനും കൂടെ ചേർക്കണം. സിംഹവാലൻ ബാക്കിയോടെ വേണ്ട. നീ വാ. എനിക്ക് പുലിയെ പേടിയില്ല. ഞാൻ പോട്ടെ. എനിക്ക് പുലിയെ പുല്ല. എനിക്ക് പുലിയെ പുല്ല. എനിക്ക് പുലിയെ പുല്ല. എനിക്ക് പുലിയെ പുല്ല. ഞാൻ എനിക്ക് പുല്ലല്ല. എനിക്ക് പുല്ലല്ല. എനിക്ക് പുലി പുല്ലല്ല. കേട്ടോ, അങ്ങോട്ട് നോക്കല്ലേ. പുലി എന്നെ കണ്ട്. പുലി എന്നെ കണ്ട്. പുലി ഇവിടെ ഉണ്ട്. പുലി വേണ്ട. നിങ്ങൾ രക്ഷപ്പെട്ടു. നിങ്ങൾ എവിടെയെങ്കിലും പുലി എന്നെ കണ്ട്. പുലി എന്നെ കടിച്ചു കീർത്തിന്നോട്ട്. നമുക്ക് 2 പിള്ളേരുള്ളതാ. നിങ്ങളിപ്പോ രക്ഷപ്പെട്ടു. നിങ്ങളെങ്കിലും രക്ഷപ്പെടും. പുലി കേട്ടോ, ഞാൻ പോകത്തില്ല. നീ വാ. ഇങ്ങനെ സ്നേഹിക്കാനും പ്രണയിക്കാനും പറ്റിയ സമയമൊന്നും അല്ല ചേട്ടാ. ജീവൻ വേണമെങ്കിൽ ഓടി രക്ഷപ്പെട്ടു. പുലി എന്നെ തിന്നോട്ടെ ചേട്ടാ, തിന്നോട്ടെ. അതുകൊണ്ടല്ല, പുലി തിന്നണം കൊണ്ടല്ല. പുലി തിന്നു കഴിഞ്ഞാൽ പുലിക്ക് ഫുഡ് പോയിസൺ അടിച്ച് ഇവിടെ കിടന്ന് ചാകും. പിന്നെ അതിന്റെ ഉത്തരവാദിത്തം കൂടെ ഞാൻ ഏറ്റെടുക്കണം. ഈ സമയത്ത് നീ തമാശ പറയുന്നു. എങ്ങനെങ്കിലും പുലി രക്ഷപ്പെടും. പുലി വരുന്നു. എങ്ങോട്ട് ഓടി രക്ഷപ്പെടും? അണ്ടാവിനകത്ത് കയറിയിരിക്കാം. ഉപദ്രവിക്കരുത് പ്ലീസ്. മാസ്ക് അഴിക്കുവാണോ? എടാ, ഞാൻ പുലി അല്ലടാ, എന്റെ മുതലാളിയാ. രാജി, നമ്മുടെ മുതലാളിയാണ്. നീങ്ങുവാ. ഇതെന്നെ മുതലാളി ഈ വേഷത്തില്. സംഭവം ഈ നാട്ടിൽ പുലി ഇറങ്ങിയെന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഇവിടെ നിന്ന് മാറിപ്പോവല്ലോ. അപ്പൊ ഇവിടുത്തെ വസ്തുക്കളൊക്കെ ഞാൻ വാങ്ങിയിട്ട് എന്റെ ഈ തേയിലത്തോട്ട് ഒന്ന് വിപുലീകരിക്കാന്ന് വിചാരിച്ചു. പുലി ഇറങ്ങിയെന്ന് പറഞ്ഞാൽ നാട്ടുകാർക്ക് ഇവിടെ നിന്ന് ഒഴിഞ്ഞു. അപ്പൊ സ്ഥലത്തിന് വില കുറയും. സംഭവം വില കുറഞ്ഞു കഴിഞ്ഞാൽ മുതലാളിക്ക് സ്ഥലം മേടിച്ച് അല്ലേ? ഈ നാട്ടുകാർ മൊത്തം എന്റെ പുറകെ കൊണ്ട് എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞാൽ മുതലാളി കിട്ടുന്ന ഞങ്ങൾ എന്ത് ചെയ്യാനാ? ഇവിടെ കുറച്ച് സമയം ഞാൻ ഇവിടെ ഇരുന്നോട്ട് നാട്ടുകാർ പോയതിനു ശേഷം ഞാൻ ആദ്യം ഗർഭിണിയാന്ന് പറഞ്ഞപ്പോഴേ എന്തോ പറഞ്ഞത്. നിനക്ക് ശമ്പളം കൂട്ടി തരാം പോരെ? അയ്യോ, ശമ്പളം കൂടി അന്ന് എന്താ കൂട്ടി തരാൻ? ഞാൻ എന്താ പറഞ്ഞ കമ്പനി ഉത്തരവാദിയല്ലെന്ന്. എന്റെ ഭർത്താവ് ഉത്തരവാദിത്വല്ലേ? ഇപ്പോഴും അയാൾ അതിൽ നിന്ന് മാറിയിട്ടില്ല. പറഞ്ഞുവിട്. ഇവിടെ ശരിയാവൂല. അതുകൊണ്ടാ. എനിക്ക് ഇച്ചിരി വെള്ളം തരും. വെള്ളം കൊടുക്കടി. വെള്ളം തരാം. ഇത്രയും നാളും പണി ചെയ്തോണ്ട് വെള്ളം തരാം. എന്നാലും മുതലാളി എന്ത് അബദ്ധം ഈ മുതലാളി കാണിച്ചത്? സംഭവം ഞാൻ വിചാരിച്ചോ ഇവന്മാരെല്ലാം കൂടെ തോക്കും പടിയായിട്ട് എന്റെ പുറകെ വരുമെന്ന്. ചെറിയൊരു നമ്പർ ഇറക്കി നോക്കിയല്ലേ പാളിപ്പോയി. ആണോ? ഞാൻ ഏതായാലും ഒന്ന് വിളിച്ചു. കുടിച്ചേച്ച് വേഗം പൊയ്ക്കോണം കേട്ടോ. പോവല്ല. ഹലോ. പുലി ഇവിടെ വന്നടാ. വന്നു. വെള്ളം കുടിക്കണം. ഇല്ല അതിനെന്ത്? ഇപ്പൊ എന്തോ ചൂടുമ്പോ വെച്ചാൽ ഓട്ടമില്ലായിരുന്ന കുറെ നാള്. അപ്പൊ അതേ വീശിക്കൊണ്ടിരിപ്പുണ്ട്. നാഗമൊക്കെ കടിച്ചു പറിച്ച് കളയും. അപ്പൊ പിന്നെ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. എന്നാ ശരി. അങ്ങനെയൊന്നും പറയില്ലേ. എന്തുവാ എന്റെ മുതലാളി രക്ഷപ്പെടാൻ നോക്ക്. ഞാനത് മുതലാളിയാണെന്ന് പറയാനും മറന്നുപോയി. അവരെല്ലാരും കൂടി ഫോറസ്റ്റുകാരെ വിളിച്ച് തോക്കായിട്ട് വരുവാല്ലേ. വെടിവെച്ച് കൊല്ലും. അയ്യോ, ഒരു കാര്യം ചെയ്യാം. നിന്റെ ഒരു ഷർട്ടും പാന്റും എനിക്കിതാ. അപ്പൊ ഞാനിത് മാറ്റാലോ. എന്നിട്ട് ഞാൻ പുലിത്തോൽ ഊരി ഇവിടെ കച്ചവടം നടത്തിയെന്നും പറഞ്ഞ് എന്നെ അറസ്റ്റ് ചെയ്യാം. മുതലാളി ഈ വേഷത്തിൽ നമുക്കൊരു ധാരണയിൽ പോവാം. ഒരു 10 ദിവസം എന്നെ രഹസ്യമായിട്ട് ഇവിടെ താമസിപ്പിക്കും. അതെങ്ങനെ ശരിയാവും? മുതലാളിക്ക് വേണ്ട ഫുഡൊക്കെ ഞാൻ എങ്ങനെ ഒപ്പിച്ചു തരും? ഇവിടെ കോഴിയുണ്ടല്ലോ. കോഴിയുണ്ട്. പുലി കോഴിയെ തിന്നുമല്ലോ. അയ്യേ, എന്റെ അടക്കോഴിയെ തിന്നാൻ നടക്കുമല്ലോ. കൊന്നുകളഞ്ഞാണ്. ഞാൻ രഹസ്യമായിട്ട് ആരും അറിയാതെ താമസിക്കാം. നീ 1-2 ആഴ്ച ജോലിക്ക് വെക്കോ. ഞാൻ ഇവിടെ കാവലുണ്ടല്ലോ. എന്നാലും മുതലാളി ഞാൻ ജോലിക്ക് പോകുമ്പോ ഇവിടെ ഒറ്റക്കല്ലേ. അതെങ്ങനെ ശരിയാവും? അവക്ക് പുലി കാവലില്ലേ? ഇത് പുലിയല്ല, കോഴി. നാളെ നീ കമ്പനിയിലോട്ട് വരുമല്ലോ. എനിക്ക് ജീവനുണ്ടെങ്കിൽ നിനക്ക് കാണിച്ചു തരാടാ. അയ്യോ ദൈവമേ, ഒരു മുതലാളി വന്നേ നാട്ടിലെ. അയ്യോ, മയക്കുവെടി വെച്ചെന്ന് തോന്നുന്നു കേട്ടാ. ദൈവമേ, നാളെ മുതലാളി കാണുമോ? മുതലാളി ഇല്ലെങ്കിൽ എന്താ? ഇനിയിപ്പോ തൊഴിലാളികൾക്ക് സ്വതന്ത്രമായിട്ട് അങ്ങ് വിഹരിക്കാലോ. അതല്ലേ ഉദ്ദേശിച്ചത്. കാര്യങ്ങളൊക്കെ. അതെ, ഏതായാലും മുതലാളിയുടെ ഐഡിയ കൊള്ളാം കേട്ടോ. ഹലോ. ഇല്ല മുതലാളി ഇനി കുറച്ച് ദിവസം ഉണ്ടാകത്തില്ലെന്ന് പറയണേ. ഞാൻ തേയിലയുടെ അവിടെ നിന്നു. ഞാൻ വരാം. ഇന്നത്തെ പോലും നടക്കണേ. അതൊന്ന് ശരിയാ. ഓക്കേടാ, സെറ്റ്. ആരായിരുന്നു ഫോണിൽ? പശുവായിരുന്നു. പശുവായിരുന്നോ? ഞാൻ കേട്ടാ. പശുവാണ് രാജി. രാജിയല്ല, ഇനി മുതൽ ഞാൻ പുലിയാ. ഞാൻ പുലി. ഉന്നെ കൊന്ന് ആ പശുവിനെ കൊന്ന് രക്തത്തെ കുടിച്ച് ഓങ്കാരം നടന്നു പാടുവേ. പുലിടാ.